ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 9 വ്യാഴാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം സംഭവബഹുലമാണ്. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള വെടിനിർത്തൽ അവസാനിച്ചതായി അറിയിക്കുകയുണ്ടായി. ഹോർമുസ് കടലിടുക്കിലും സമീപ പ്രദേശങ്ങളിലും വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US സൈന്യം ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. ഇത് US സെൻട്രൽ കമാൻഡാണ് ബുധനാഴ്ച അറിയിച്ചത്. ഏതായാലും ഇത്തരത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എണ്ണ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്കൻ നാവിക സൈന്യം നേവൽ ബ്ലോക്കേഡ് വീണ്ടും ഏർപ്പെടുത്തും എന്നുള്ള ഭീഷണിയും വിപണിയെ ആകെ ആശങ്കപ്പെടുത്തി. ഇതോടുകൂടി ഓയിൽ പ്രൈസുകൾ ഇന്നലെ 4% ഉയർന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് $80 പെർ ബാരൽ എന്ന നില വരെ എത്തിയിരുന്നു. ഏതായാലും ഇന്നും ഏകദേശം 1% നേട്ടത്തിലാണ് ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ നിഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡീപ്പ് കട്ട് തന്നെയാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞത്. വലിയൊരു ഫോൾ തന്നെയായിരുന്നു. ഏകദേശം 2% മുകളിൽ ഇടിഞ്ഞു. ഇന്നലെ ഇടിഞ്ഞപ്പോൾ PSU ബാങ്കുകളാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. അതിൽ തന്നെ നിഫ്റ്റി ബാങ്ക് 2.5% ഇടിവുണ്ടാക്കി. ഇനി ഇന്ത്യൻ വിപണി ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റുകളും വലിയ ഇടിവിലേക്ക് പോകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവിടെ ഡൗ ജോൺസ് മാത്രം 1% ഇടിവ് നേരിട്ടപ്പോൾ നാസ്ഡാക്ക് 0.2% ഉയർന്നു. S&P 500 0.28% ഇടിവുമാണ് ഉണ്ടാക്കിയത്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റുകളുടെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ഫ്രാൻസ് മാർക്കറ്റും ജർമ്മൻ മാർക്കറ്റും 2% മുകളിൽ ഇടിഞ്ഞപ്പോൾ UK മാർക്കറ്റ് മാത്രം 1.5% മുകളിലാണ് ഇടിഞ്ഞത്. ഇന്നലെ US-ൽ Nvidia 3.5% നേട്ടമുണ്ടാക്കി. US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് ഇന്നലെ 3% ഇടിഞ്ഞു. വിപ്രോ 1.62% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 3% അടുത്തും HDFC ബാങ്ക് 3.5% മുകളിലും ഇടിയുകയുണ്ടായി. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 3.3% ഇടിഞ്ഞു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ നല്ല പോസിറ്റിവിറ്റിയിലാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 2% നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് 3% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,994 എന്ന നിലയിലാണ്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 80 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇനി ഇന്നലെ വലിയൊരു ഫോളാണ് നമുക്ക് നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ഇനി വരുന്ന ദിവസങ്ങളിലെ ഒരു പെർഫോമൻസ് എത്തരത്തിലായിരിക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിന് മുന്നേയായി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിഫ്റ്റി പ്രധാനപ്പെട്ട എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ഇപ്പോഴുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സോണിലാണ്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ജൂൺ 11-12 തീയതികളിലുള്ള ആ ഒരു ഗ്യാപ്പ് ഏരിയ അവിടെ ഫിൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതായത് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് അതിൻ്റെ ഒരു സാധ്യത കാണുന്നത്. പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോൺ ആയതുകൊണ്ട് തന്നെ റിവേഴ്സലുള്ള സാധ്യതയുമുണ്ട്. ഇന്നിപ്പോൾ ഏകദേശം 80 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് ഒക്കെ ലഭിക്കുകയാണെങ്കിലും നമുക്ക് അപ്സൈഡിൽ തൊട്ട് മുകളിലുള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഇന്നിപ്പോൾ നല്ലൊരു പോസിറ്റീവ് മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ജൂൺ 11-12 തീയതികളിൽ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു ഗ്യാപ്പ് ഏരിയ ഇന്നലെ ഫിൽ ചെയ്തിട്ടുണ്ട്. ഡൗൺ സൈഡിൽ ഇനി പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് 56,120 ആണ്. ഇവിടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറഞ്ഞത് നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഇവിടെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ പ്രവചനം 6.5% നിന്ന് 6.4% കുറച്ചിരിക്കുന്നു. അതായത് 0.1% കുറവാണ് ഇപ്പോൾ അവർ വരുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യ ഇപ്പോഴും ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകളിലൊന്നായി തുടരുന്നതായി IMF വ്യക്തമാക്കുകയുണ്ടായി. ഫിനാൻഷ്യൽ ഇയർ 2027 വളർച്ചാ പ്രവചനം കുറച്ചപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 2028 വളർച്ചാ പ്രവചനം 6.5% നിന്ന് 6.7% IMF ഉയർത്തുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള വളർച്ചയെ ബാധിച്ചെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്തെ പുരോഗതിയും അതിൻ്റെ വ്യാപക ഉപയോഗവും ആഗോള സാങ്കേതിക ആവശ്യകത വർദ്ധിപ്പിച്ചതായി IMF ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഫിനാൻഷ്യൽ ഇയർ 2027 RBIയുടെ വളർച്ചാ പ്രവചനം 6.6%. RBIയും മറ്റു പ്രധാനപ്പെട്ട റേറ്റിംഗ് ഏജൻസികളെല്ലാം ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ 2027 വളർച്ചാ പ്രവചനം കുറച്ചെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാണെന്ന് അവർ എല്ലാവരും ഒന്നടങ്കം പറയുന്നുമുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
ഇനി ഇന്നത്തെ ഗ്ലോബലിയും കൂടാതെ ഇന്ത്യയിലും നടക്കുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ നോക്കാം. ആദ്യം US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ ഇന്ന് പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ തൊഴിലില്ലായ്മ ആനുകൂല്യത്തിനായി പുതുതായി അപേക്ഷിക്കുന്നവരുടെ എണ്ണമാണ് ഈ US ജോബ്ലെസ് ക്ലെയിംസ്. കൂടാതെ ചൈനയിൽ നിന്ന് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും ഇന്ന് പുറത്തു വരുന്നുണ്ട്. ECB യോഗത്തിൻ്റെ മിനിറ്റ്സ് ഇന്നാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ മിനിറ്റ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു വലിയ കമ്പനി ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആപ്പിൾ വിതരണക്കാരായിട്ടുള്ള ലെക്ഷെയർ അവരുടെ 5.6 ബില്യൺ IPO ഇന്ന് ഹോങ്കോങ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇവൻ്റ് കൂടി നടക്കുന്നത് യൂറോ ഗ്രൂപ്പ് അംഗരാജ്യങ്ങളുടെ ധനമന്ത്രിമാർ ബ്രസൽസിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ പ്രീമിയർ എക്സ്പ്ലോസീവ്സിൻ്റെ ബോർഡ് മീറ്റിംഗ് ഇന്നാണ് നടക്കുന്നത്. കൂടാതെ നെസ്ലെ ഇന്ത്യ, എംഫസിസ് തുടങ്ങിയ കമ്പനികളുടെ എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ഇന്നാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് Q1 ബിസിനസ് അപ്ഡേറ്റുകളാണ്. ആദ്യം ടാറ്റ സ്റ്റീൽ എന്ന കമ്പനിയുടെ Q1 അപ്ഡേറ്റ്. ഇന്ത്യൻ ക്രൂഡ് സ്റ്റീൽ 11.3% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ക്രൂഡ് സ്റ്റീൽ ഡെലിവറിയിലും 8.84% വർധനവ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മറ്റൊരു കമ്പനി ഫോണിക്സ് മിൽസ് ആണ്. Q1 ബിസിനസ് അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ റീറ്റെയിൽ പോർട്ട്ഫോളിയോ കൺസംഷനിൽ 32% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. റീറ്റെയിൽ കൺസംഷനിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്തും കമ്പനി ഡെലിവർ ചെയ്തിരിക്കുന്നു. ഇനി ജൂൺ മാസത്തെ മന്ത്ലി സെയിൽസ് ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ SML മഹീന്ദ്ര എന്ന കമ്പനി ടോട്ടൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെയിൽസിൽ 4.9% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എക്സ്പോർട്സിൽ 46.8% ഇടിവും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൊഡക്ഷനിൽ 2.65% വർധനവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 1587 യൂണിറ്റുകളാണ് ഇയർ ഓൺ ഇയറിൽ ജൂൺ മാസത്തിൽ വിറ്റതായിട്ട് കമ്പനി കാണിച്ചിരിക്കുന്നത്. മറ്റ് വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായിട്ടുള്ള SBI ഫണ്ട്സ് മാനേജ്മെൻറ്റ് ജൂലൈ 14 മുതൽ IPO ആരംഭിക്കാൻ റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് സമർപ്പിച്ചു. ഈ IPO പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ ആയിരിക്കും. പുതിയ ഓഹരികൾ പുറത്തിറക്കില്ല. പ്രൊമോട്ടർമാരായ SBIയും ആമുണ്ടി ഇന്ത്യ ഹോൾഡിംഗ്സും ചേർന്ന് 20.37 കോടി ഓഹരികൾ വിൽക്കും. അടുത്ത JSW എനർജിയാണ്. 2026 ഏപ്രിൽ മുതൽ കമ്പനി 1081 മെഗാവാട്ട് പുതിയ പുനരുപയോഗ ഊർജ്ജശേഷി പ്രവർത്തനക്ഷമമാക്കി. അടുത്ത ഗ്രാഫൈറ്റ് ഇന്ത്യ എന്ന കമ്പനിയാണ്. ജർമ്മനിയിലെ സ്പെഷ്യാലിറ്റി കോട്ടിംഗ് വിഭാഗങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കമ്പനി തീരുമാനിച്ചു. റഷ്യ-യുക്രൈൻ വാറിൻ്റെ ദീർഘകാല പ്രത്യാഘാതവും യൂറോപ്പിലെ കുറഞ്ഞ ആവശ്യകതയുമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ എന്നാണ് കമ്പനി അറിയിച്ചത്. അടുത്തത് നാഷണൽ അലുമിനിയം കമ്പനി നാൽക്കോ. അടുത്തത് നാൽക്കോ NLC ഇന്ത്യ എന്ന കമ്പനികളാണ്. നാൽക്കോയും NLC ഇന്ത്യയും ചേർന്ന് 50:50 സംയുക്ത സംരംഭം ജോയിൻറ്റ് വെഞ്ചർ രൂപീകരിക്കാൻ കരാറിൽ ഒപ്പുവെച്ചു. അടുത്തത് TVS മോട്ടോഴ്സ് കമ്പനി ആൻഡ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. രാജ്യത്തെ LPG സിലിണ്ടറുകളുടെ അവസാനഘട്ട വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനും TVS മോട്ടോഴ്സും ഇന്ത്യൻ ഓയിലും ചേർന്ന് ഒരു തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളായിട്ട് വരുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.